ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ആരവ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും പ്രോ ലീഗ് സോക്കറായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ കളിയെങ്കിലും ജയിക്കണം. കഴിഞ്ഞ കളി ജയിക്കാത്തതുകൊണ്ട് നമ്മൾ ഒരു വട്ടം കൂടി കളിച്ച് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തവണ എന്തായാലും ജയിക്കണം ഗൈസ്. അപ്പോൾ അതിന് മുന്നേ കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 3 വീഡിയോ ഇതും കൂട്ടി 4 വീഡിയോ, ഇപ്പോൾ ഈ ചെയ്യണ വീഡിയോയും കൂട്ടി 4 വീഡിയോ ഞാൻ പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് ഇട്ട ഗെയിം പ്ലേ ആണ് ഗ്രാനി 3യുടെ. അതെനിക്ക് അപ്പോൾ ഞാൻ കളിച്ച എല്ലാ ഗെയിം പ്ലേയും ഞാൻ തോറ്റിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കും കളിക്കാറിയാതെയാണ് ഞാൻ തോക്കണത്, പക്ഷെ അങ്ങനെയല്ല ഗൈസ്. ഞാൻ ഗ്രാനി 3 കളിച്ചപ്പോൾ എനിക്ക് ഒന്നും കിട്ടാൻ ഞാൻ മനഃപൂർവ്വം തോറ്റാണ്. ട്രാഫിക് റൈഡർ അത് എൻ്റെ സൈഡ് തീരില്ല, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം തോറ്റാ. പക്ഷെ എന്നിട്ട് പിന്നെ ഇട്ട പ്രോ ലീഗ് സോക്കർ അങ്ങനെയല്ല, അതെനിക്ക് കളിക്കാൻ അത് അത്രയും ടഫാണ് ഗൈസ്. നിങ്ങളൊന്ന് കളിച്ച് നോക്കാം, എന്നാലേ ആ ടഫ് മനസ്സിലാവുള്ളൂ. അത്രയും ടഫായിട്ടാണ്. അപ്പോൾ ഈ കളി എന്തായാലും നമുക്ക് ജയിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ഈ കളി കളിക്കുന്നില്ലേ ഗൈസ്, അത്രയും ടഫാണ്. നമുക്ക് വേറെ ഗ്രാനിയോ അങ്ങനെ വേറെ ഏതെങ്കിലും കളി കളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ക്ഷമാണ് നമ്മുടെ ഗെയിം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ, ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. അവിടെ കളി തുടങ്ങാം. അതുപോലെ കടിച്ചിട്ട് ഗൈസ്, നമുക്ക് ഇത്തവണ എന്തായാലും ജയിക്കണം ഗൈസ്. വാശിയേറിയ പോരാട്ടമായി നമുക്ക് കളിക്കണം. ഭാഗ്യം നമുക്ക് കിട്ടി ഗൈസ്. ഞാൻ നമ്മുടെ വെടിപൂരം അതന്നെ ഗൈസ്, അടിച്ചു വിടുന്ന വെടിപൂരം നമ്മൾ തുടങ്ങുകയാണ്. നിസ്പാസുകളുടെ പൂരം. കറക്റ്റ് ഗോൾ പോസ്റ്റ് ഉള്ളിലേക്കാണ് അടിച്ചത്. ഗോളില്ലെങ്കിൽ ഗോളായിരുന്നു ഗൈസ്, പക്ഷെ ഗോളുണ്ട്. എന്താണ് ഗൈസ്, നമുക്കൊരു കോർണർ കിട്ടിയ അടിപൊളി കേട്ടോ. കോർണർ കിട്ടിയ കോർണറിലൂടെ ഗോളൊക്കെ ഉള്ളൊരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും ഒരു വഴിയാണ്. അവർക്ക് കോർണർ കിട്ടിയിട്ടാണ്, നമുക്കൊരു കോർണർ കിട്ടിയാൽ എന്തായാലും ഗോളൊക്കെ വരുന്ന ഒരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അറിയുണ്ടാവും, എന്നാലും ഞാൻ കാണിച്ചു തരാം. നമുക്ക് കോർണർ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാം ഗൈസ്. ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പോൾ 6 അടിച്ച് ഗോളൊക്കെ ആണ്. ജസ്റ്റ് മിസ് ഗൈസ്. ഗോളിടെ നമുക്ക് കിട്ടണി ഗോളായിരുന്നത്. കിട്ടണ്ടായിരുന്നു. അതന്നെ ഗൈസ്, കിട്ടി അടിയും പൊട്ടി. ഒരു പാട്ടാണ് ഇപ്പോൾ ഓർമ്മയുണ്ട്. സാറ് നമ്മുടെയാണ്. കോർണർ ഗോളാണ് ഗൈസ്. കോർണർ ഇട്ടില്ല, എങ്ങനെ ഗോളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത് നമ്മൾ ഈ ഗോളിയുടെ ബാക്കിൽ അങ്ങോട്ട് പോയി നിൽക്കുക. ഈ എയിമിൻ്റെ ഈ സാധനം ഗോളിയുടെ ബാക്കിൽ ഈ മഞ്ഞ ഗോൾ പോസ്റ്റിൻ്റെ അടുത്തുള്ള മഞ്ഞ ഏര പോലെ കണ്ടോ, അത് ഇതിൻ്റെ ഗോൾ പോസ്റ്റിൻ്റെ അവിടെ നിർത്തുക, എന്നിട്ട് അടിച്ചാൽ മതി. അയ്യോ, എന്തുണ്ടായത്? അയ്യോ, ഞാൻ അടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പോയത് പറഞ്ഞു വന്നപ്പോൾ ഒരു കോർണറും കൂടി കിട്ടിയ ഞാൻ കാണിച്ചു ഗൈസ്. അതെന്താ ഉണ്ടായെന്നാവോ ഗൈസ്. ഞങ്ങൾ ഫൗൾ ചെയ്തിടും. അതെ ഗൈസ്, നമ്മൾ ഗോളടിക്കാൻ പോവാണ്. പക്ഷെ ഗോളാവില്ല. അത്
ഹാഫ് ടൈമായി ഗൈസ്. ഞങ്ങളുടെ ഹാഫ് ടൈമൊക്കെ തുടങ്ങി. സെക്കൻഡ് ഹാഫായി നോക്കി. സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിക്കണം കേട്ടോ. ഇത് വാശിയേറിയ കളിയാണ് ഗൈസ്. ഇത് ഗൈസ് നമ്മൾ പാസ് കളിച്ച് പോകും. എന്നിട്ട് അടുത്തെട്ടുമ്പോൾ ഒരു ഷൂട്ട് അടിക്കും. കോർണർ. ഈ കോർണർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എന്തായാലും നമ്മൾ ഗോളാക്കും. എന്താ നമ്മൾ ഈ എയർ ബാക്കിലേക്ക് അങ്ങോട്ട് ഗോളിയുടെ ബാക്കിലേക്ക് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഈ ഷൂട്ട് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അശ്യോ അത് ഗോളായില്ലേ ഗൈസ്. അതെപ്പോഴും ഗോളാവുന്ന സാധനമാണ്. എന്തത് പറ്റിയേ? എന്ത് പറ്റിയതാവും ഗൈസ്? ഞാൻ എപ്പോൾ അടിച്ചാലും ഗോളാവും ഗൈസ്. ഇങ്ങനത്തെ ഒരു ചതിയാണ് ഗൈസ്. ആർക്കെങ്കിലും കാണിച്ചു തരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ വരില്ല ഗൈസ്. പക്ഷെ അത് ഒറ്റയ്ക്ക് ആർക്കും കാണിച്ചു കളിക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും. എന്ത് കഷ്ടമാണ് ഗൈസ്. എൻ്റെ വിധി ഒരു ഒന്നാം തരം വിധിയാണ് ഗൈസ്. നമ്മുടെ ത്രോയല്ലേ. എന്തോ ത്രോയായാലോ. നമുക്കൊരു ഗോളെങ്കിലും അടിക്കണം ഗൈസ്. അയ്യോ അത് നമുക്ക് അവിടെ ആരും ഇല്ലെങ്കിൽ അത് കിട്ടിയിട്ട് ഗോൾ അടിക്കായിരുന്നു കേട്ടോ. പോയിട്ട് കിട്ടി. ഗോൾ അടിച്ചു വിട്ടു ഗൈസ്. അടിച്ചു വിടണ പമ്പരം. അതെ നമ്മൾ വീണ്ടും പോകുന്നു. ഗോളടിക്കാനായി പോകുന്നു. എന്നിട്ട് ഗോളാവില്ല. ഒരിക്കലും ഗോളാവില്ല. അതാണ് നമ്മുടെ കളി എന്ന് പറയും. കോർണറല്ല അത്. കോർണർ ഞാൻ എന്തെങ്കിലും അടിക്കും ഗൈസ്. എങ്ങനെ അടിക്കും കാണിച്ചു തരാം. ഇത് ഞാൻ എന്തായാലും ഗോളടിക്കും. ഗൈസ്. ഇതെന്ത് കഷ്ടമാണ് ഗൈസ്. കോർണർ. എന്തെങ്കിലും നമുക്ക് ഗോളടിക്കണം ഗൈസ്. ഇതെന്തായാലും അടിക്കാം ഗൈസ്. ഇതെന്തായാലും അടിക്കും. ഇതെന്ത് ചതിയാണിത്. ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ ഗോളാവാത്ത എന്ത് കഷ്ടമാണ് ഗൈസ്. ഞാനിത് കഴിഞ്ഞത് നിർത്തുകയാണ് ഗൈസ് ഈ കളി. ശശിയോ ഇങ്ങനത്തെ ഒരു ദേഷ്യം പിടിപ്പിക്കണ കളി എന്നെ വരെ കളിച്ചിട്ടില്ല. എന്ത് കളിയത് ഗൈസ്. ചിലപ്പോൾ എനിക്ക് കളിക്കാൻ അറിയാത്തതിൻ്റെ ഉണ്ടാവും. സ്വാഭാവികം. എന്നാലും ഞാൻ കളി നിർത്തുകയാണ് ഗൈസ്. ഈ കളി നിർത്തുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് വേറെ ഗെയിം പ്ലേസ് ഇട്ട് തുടങ്ങാം. കിട്ടിയിട്ടില്ല. കിട്ടിയില്ല ഗൈസ്. നമുക്ക് കിട്ടിയില്ല. ആർമാദിപ്പിൻ നമ്മുടെ എല്ലാ ലക്ഷ്യ കൊതിപ്പിക്കുന്നുണ്ട്. അതേ ഗൈസ് നമ്മൾ പോകുന്നു. നമ്മൾ മുന്നേറാൻ വേണ്ടി പോകുന്നു. ഗോൾ. അത് ഗോളല്ല ഗൈസ്. അത് ഗോളല്ല. അത് ഗോളാക്കണം. അതെ ഗൈസ് നമ്മൾ ആദ്യമായിട്ടൊരു ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതേ നമ്മൾ ഗോൾ അടിച്ചു നോക്ക്. അടിച്ചു. അത് ഗോളായി ഗൈസ്. നമ്മൾ ഗോളാക്കിയിരിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഈ കളി ജയിച്ചിരിക്കുകയാണ്. അതെ ഗൈസ് നമ്മളിങ്ങനെ ഈ കളി ജയിച്ചു. സന്തോഷമായി ഗൈസ്. അപ്പോൾ സന്തോഷമായി ഗൈസ്. ഒരു ഗോളെങ്കിൽ ഒരു ഗോള് നമ്മൾ ജയിച്ചുല്ലോ. അടിപൊളിയായി ഗൈസ്. സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഗെയിം പ്ലേ വീഡിയോ ഇട്ട് എല്ലാം വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യാൻ, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.